2025-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 5 ഹിന്ദി ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി ആമിർ ഖാന്റെ സിത്താരെ സമീൻ പർ ചിത്രം 130 കോടി കളക്ഷൻ നേടിയിരുന്നു. 12ാം ദിനമായ ഇന്ന് 200 കോടി നേടിയെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ചിത്രം കളക്ഷനിൽ സൽമാൻ ഖാന്റെ സിക്കന്ദറിനെ മറികടന്നു. ജൂൺ 20-നായിരുന്നു ചിത്രം തിയേറ്ററിൽ എത്തിയത്. സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. സെൻസർ ബോർഡ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ആമിർ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ തയ്യാറാകാതിരുന്നത് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കാലതാമസം നേരിടുന്നതിന് കാരണമായിരുന്നു. സ്പാനിഷ് ചിത്രമായ ചാമ്പ്യൻസ് എന്ന സിനിമയുടെ റീമേക്കാണ് സിത്താരെ സമീൻ പർ. ദർശീൽ സഫാരിയെ താരെ സമീൻ പറിൽ നായകനായി അവതരിപ്പിച്ചപ്പോൾ സിത്താരെ സമീൻ പർ എന്ന ചിത്രത്തിലൂടെ 10 പുതുമുഖ അഭിനേതാക്കളെയാണ് ആമിർ ഖാൻ പ്രൊഡക്ഷൻസ് അവതരിപ്പിച്ചത്. അരോഷ് ദത്ത, ഗോപി കൃഷ്ണ വർമ്മ, സംവിത് ദേശായി, വേദാന്ത് ശർമ്മ, ആയുഷ് ബൻസാലി, ആശിഷ് പെൻസെ, ഋഷി ഷഹാനി, ഋഷഭ് ജെയിൻ, നമൻ മിശ്ര, സിമ്രാൻ മങ്കേഷ്കർ എന്നിവരാണ് ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചത്. ചിത്രം OTTയിൽ റിലീസ് ചെയ്യില്ലെന്ന് ആമിർ അറിയിച്ചിരുന്നു. ഇന്നത്തെ OTT പ്ലാറ്റ്ഫോമുകൾ നിർമ്മാതാക്കളെ അവരുടെ സിനിമകൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്ട്രീം ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുന്നു. ഒരു പ്ലാറ്റ്ഫോമിനോടും തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ സമയക്രമം യുക്തായുസഹമായി തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 6 മാസത്തെ ഇടവേള സുഖകരമായിരിക്കുമായിരുന്നെന്നും എന്നാൽ തിയേറ്ററുകളിൽ പ്രദർശനം കഴിഞ്ഞാലുടൻ ചിത്രം ഡിജിറ്റലായി റിലീസ് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും നടൻ പറഞ്ഞു. അതേസമയം ചിത്രത്തെ പ്രശംസിച്ച് ശശി തരൂർ MP രംഗത്തെത്തിയിരുന്നു. പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകളെ മാറ്റുന്ന ചിത്രമാണെന്ന് തരൂർ പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾക്കായി ഒരുക്കിയ പ്രത്യേക ഷോയിൽ ശശി തരൂരിനൊപ്പം ആമിർ ഖാനും സിനിമ കാണാനെത്തിയിരുന്നു.